ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വീക്ക്ലി വാച്ച് ലിസ്റ്റ് വീഡിയോ നമ്മൾ എല്ലാ ആഴ്ചയും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ലെവൽസിനെ കുറിച്ചിട്ടാണ്. സോ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മൾ വരുന്ന ആഴ്ചകളിലേക്ക് നമ്മൾ സ്വിംഗ് വേണ്ടി കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന വീഡിയോ ആണ്. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഇതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് കാര്യം സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെപ്പോലെ ആളുകൾ നിഫ്റ്റിയെ കുറിച്ചുള്ള ഒരു ധാരണ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലെവൽസിനെ കുറിച്ചുള്ള ഒരു ധാരണ പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് സ്റ്റോക്സിലേക്ക് സ്ട്രേറ്റ് പോകാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന അവസ്ഥ ഇപ്പോൾ എന്താണ് നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചാൽ ഓൾ ടൈം ഹൈ 26,338 മുകളിൽ ട്രേഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു വീക്കാണ് ഇതാ കടന്നു പോകുന്നത്. ബട്ട് നമുക്ക് ലോകത്തിൽ കുറച്ചധികം എന്താ പറയുക, മാർക്കറ്റിൽ പാനിക് ഉണ്ടാക്കുന്ന ന്യൂസസ് അവിടെ എവിടെയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം റഷ്യ ഉക്രൈൻ യുദ്ധം, ഇപ്പം അമേരിക്കയും വെനിസ്വേലയും തമ്മിലുള്ള പ്രശ്നം, പ്രസിഡന്റിനെ പിടിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവരും വാർത്തയെ ശ്രദ്ധിച്ച് കാണും. സോ നമ്മളെ ടോപ്പ് കമ്പനികൾ റിലയൻസ് പോലുള്ള വെനിസ്വേലയിൽ ഓയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില കമ്പനികൾക്ക് ചില ഇഷ്യൂസ് ഉണ്ടാവാം. ഓർ മേ ബി അത് പോസിറ്റീവോ നെഗറ്റീവ്ലി ആണ് റിയാക്ട് ചെയ്യണം എന്നുള്ള കാര്യം നാളെ രാവിലെ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് ന്യൂസസും വേൾഡ് മാർക്കറ്റിൽ ഉള്ളത് മേ ബി ഒരു ഫ്ലക്ച്വേഷൻസിന് വേണ്ടിയിട്ടുള്ളൊരു സാധ്യത ഉണ്ടാക്കാം. സോ നമുക്ക് നോക്കാം എന്താണ് നിഫ്റ്റിയിലെ ഇപ്പം നിലവിലെ അവസ്ഥ. ഓൾ ടൈം ഹൈക്ക് സമീപം നിൽക്കുന്നു. വൺ ഡേ ചാർട്ട് നമുക്കറിയാം. ആൻഡ് മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലോസീവ് മൂവിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന് 26,330 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്, അല്ലെ ഒരു ഹൈക്ക് മുകളിലാണ് ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും മാർക്കറ്റിന് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം നമുക്ക് നോക്കാം. എന്തായാലും അപ്സൈഡ് മൊമെന്റത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ വെനിസ്വേല വാർ എന്നുള്ള ഒരു ഇഷ്യൂ മാർക്കറ്റിനെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല എങ്കിൽ ഒരു അപ്സൈഡ് മൊമെന്റത്തിനുള്ള പോസിബിലിറ്റി മാർക്കറ്റ് നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ധാരണ. ആൻഡ് നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിമാൻഡ് ഏരിയാസും അല്ലെങ്കിൽ ഒരു ബയേഴ്സിന്റെ സോൺസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി മാർക്കറ്റ് ഒരു 26,330 ആൻഡ് 26,120 എന്നുള്ള ലെവൽസ് മാർക്കറ്റിൽ വളരെയധികം ക്രൂഷ്യലായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം അത്രയും സ്ട്രോങ് ക്ലോസിംഗ് ആണ് വന്നിട്ടുള്ളത്. സോ മാർക്കറ്റിൽ ബയേഴ്സ് കണ്ടിന്യൂസ്ലി അപ്സൈഡ് പോകാനുള്ള ഒരു ശ്രമം അറ്റംപ്റ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിഫ്റ്റി നമുക്ക് അങ്ങനെ ഒരു വ്യൂവിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിഫ്റ്റിയെ കുറിച്ചുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് നമ്മളെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് HSCL എന്ന് പറഞ്ഞ കമ്പനിയാണ്. HSCL ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ HSCL പുതിയതായിട്ട് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് പോയ ഒരു 680 റേഞ്ച് വരെ പോയ കമ്പനി ആൻഡ് ഡൗൺ സൈഡ് വന്നു. ഒരു ഡൗൺ സൈഡ് കണ്ടിന്യൂവേഷൻ പോലെ ഒരു ലോവർ ലെവൽ ഉണ്ടാക്കി പോയ സ്റ്റോക്കാണിത്. ആൻഡ് മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ആക്ഷൻ ശ്രമിക്കുകയാണെങ്കിൽ നോക്കുക ഇതൊരു ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്ത ഒരു ഏരിയ ആണ്, അല്ലേ? ഈ ഒരു വിക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്ന മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്തു. അതെങ്ങനെ അറിയാം നിങ്ങൾ നമുക്കത് ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ വന്ന ശേഷം ഈ ഒരു ഏരിയയിൽ 420 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോയി. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എത്ര % അപ്സൈഡ് പോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 420 റേഞ്ചിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് മോസ്റ്റ്ലി ഒരു 18 to 20% ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയി. ആൻഡ് വീണ്ടും ഇവിടെ നിന്നൊരു അറ്റംപ്റ്റ് നടത്തുകയാണ്. ഒരു ഫ്രഷ് ബ്രേക്ക് ഔട്ട് ഉള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് ഇവിടെ നടക്കുകയാണ്. സോ ഇതൊരു നല്ല എന്താ പറയുക സപ്ലൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. സോ ഒരു 500 മുകളിൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 527 റേഞ്ചിലേക്ക് ഒരു അടുത്ത സപ്ലൈ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 7 to 8% മൂവ്മെന്റ് ഇവിടെ പെൻഡിങ് ആണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സപ്ലൈ 535 റേഞ്ച് അല്ലെങ്കിൽ 540 റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു സപ്ലൈ മാർക്കറ്റിൽ വാലിഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്, സെക്കൻഡ് സപ്ലൈ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സപ്ലൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. അതിന് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഒരു 500 റേഞ്ചിന് ബ്രേക്ക് ചെയ്യണം. ആൻഡ് ഈ ഒരു റേഞ്ചിൽ 480 റേഞ്ച് എന്ന് പറയുന്ന മാർക്കറ്റിൽ ഒരു ചെറിയ ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ 470 റേഞ്ച് വരെ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് വന്ന ശേഷം ആയിരിക്കാം മേ ബി അടുത്ത സെക്കൻഡ് സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ HSCL ഒരു ഹൈ പ്രയോറിറ്റി സെറ്റപ്പ് ആയിട്ട് നിങ്ങൾ എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇടുക. കാര്യം ഒരുപാട് തവണ ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയും സ്ട്രെങ്ത് സെല്ലേഴ്സിന് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കുറവാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ
എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇപ്പോൾ റിലയൻസ് നിഫ്റ്റി ഒന്ന് അപ്സൈഡ് പോകുവാണെങ്കിൽ അതിൻ്റെ ലീഡറായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്ക് ഏതായിരിക്കും? റിലയൻസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റിയിലുണ്ടായ മൂവ്മെൻറ്റ് റിലയൻസിനെയും നല്ല രീതിയിൽ ഒരു അപ്സൈഡ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോക്ക് കുറച്ചധികം ദിവസമായിട്ട് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുന്നേ നമ്മളിത് ചർച്ച ചെയ്തതുമാണ്. സോ ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സോണ് ഏതാണ്? ഇതാ ഈ ഡിമാൻഡായിട്ട് നമ്മൾ കണക്കാക്കിയിടുന്ന സോണ് 1520 ആണ്. ഇതൊരു നല്ല ഡിമാൻഡ് സോണായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാം. 1520 to 1530 എന്ന് പറയുന്നത്. സോ ആ ഒരു ഡിമാൻഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1428. അപ്പം ഈ US-ആയിട്ട് ബന്ധപ്പെട്ട വാർ കാര്യങ്ങളെല്ലാം മാർക്കറ്റിൽ റിലയൻസ് എന്ന സ്റ്റോക്കിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 1520 അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയയാണ്. ആൻഡ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ ഒരു ലെവൽസാണ് പ്രതീക്ഷിക്കുന്നത്. മോസ്റ്റ്ലി ഒരു 5 to 6% മൂവ് പോസിബിലിറ്റി റിലയൻസിൽ ഞാൻ കാണുന്നുണ്ട്. അതായത് വെനസ്വേല വാറുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒന്ന് കൂൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ അപ്സൈഡ് മൊമെന്റ് ഞാൻ റിലയൻസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഡിമാൻഡ് ഏരിയയിലുള്ള ട്രേഡ്സ് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു സ്റ്റോക്കും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. BEML എന്നാണ് അടുത്ത കമ്പനിയുടെ പേര്, BEML. നിങ്ങൾ BEML നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ റിവേഴ്സൽ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ 2773 വരെ പോയ സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ 1200 റേഞ്ചിലാണ് എന്താ പറയുക ഡൗൺ സൈഡ് വന്ന ശേഷമാണ് അപ്പ് സൈഡ് പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് മോസ്റ്റ്ലി 100% മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 1100 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് 2400 റേഞ്ച് വരെ പോയ ശേഷം വീണ്ടും ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ആ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ കറക്റ്റ് മാർക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ റിവേഴ്സൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? 1600 റേഞ്ചാണ് ഈ സ്റ്റോക്കിന്റെ റിവേഴ്സൽ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്തത്. സോ ഇവിടെ എന്താണ് പ്രൈസ് ആക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടെ ഒരു മൊമെന്റ് എൻട്രിക്കുള്ള പോസിബിലിറ്റി BEML ബിൽഡ് ചെയ്യുകയാണ്. ഒരു 1885 മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു 8 to 10% മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. 8 to 10% മൂവ്മെന്റ് ഞാൻ തൽക്കാലം എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. കാര്യം കണ്ടില്ലേ, ഈ ഡൗൺ സൈഡ് വന്നിട്ട് അവിടെ നിന്ന് അപ്പ് സൈഡ് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഒരു മൊമെന്റ് എൻട്രി വരികയാണെങ്കിൽ ആ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു സോൺ, നല്ലൊരു 1885 മുകളിൽ 1890 മുകളിൽ അത്യാവശ്യം നല്ലൊരു മൊമെന്റ് ഒരു ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 8% മൂവ്മെന്റ് ആണ് ഞാൻ പോസിബിലിറ്റി കാണുന്നത്. മറിച്ച് ഈ സ്റ്റോക്ക് മൺഡേ ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഇതൊരു 1660 ഒരു നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. ഇപ്പോൾ ഡിമാൻഡ് ഏരിയ കൂടെ പറയുന്നത് നമ്മൾ എടുക്കുന്ന ട്രേഡ് ഒന്ന് എന്താ പറയുക ഒന്ന് തിരിഞ്ഞു വന്നാൽ നമുക്ക് എവിടെയാണ് നമ്മുടെ സ്റ്റോക്ക്, നമ്മൾക്ക് ഒരു സ്റ്റോക്കിൽ എൻ്റർ ആവേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് ഒരു സ്റ്റോക്കിൽ ഒരു ബൈയിങ് പോസിബിലിറ്റി ഉള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ കുറിച്ചുള്ള ധാരണ ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ സ്റ്റോക്ക് 1890 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് മൊമെന്റത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ അടുത്ത ഈ ഒരു ഏരിയ ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാനുമായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ 2 എൻട്രി പോയിന്റുകൾ നമ്മളിവിടെ നിശ്ചയിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോക്ക് BEML എൻ്റെ ഹൈ പ്രയോറിറ്റി സെറ്റപ്പ് ആയിട്ട് വരുന്ന ആഴ്ചകളിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അടുത്ത സ്റ്റോക്കും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സ്റ്റോക്ക് ഇന്റലക്ട് ഡിസൈൻ അറീന എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാൻ അടുത്ത കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് കാണുമ്പോൾ ഒരു പെർഫെക്റ്റ് സെറ്റപ്പ് ഉള്ള കമ്പനിയായിട്ട് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഈ കമ്പനി കാണുമ്പോൾ ഈ ഡൗൺ സൈഡ് ആണെന്നേ തോന്നത്തുള്ളൂ. അപ്പം ഞാനും ആദ്യം ഈ ഒരു റേഞ്ചിലേക്ക് അങ്ങനെ കൺസിഡർ ചെയ്തെങ്കിലും മൈനർ ലെവലിൽ കുറച്ച് ഞാൻ കാര്യങ്ങൾ പഠിച്ചപ്പോഴത്തേക്കും നിങ്ങൾ നോക്കി ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കുന്നതായിട്ട് എനിക്കൊരു ഫീൽ ഉണ്ട്. 950 റേഞ്ച് ഒരു ഡിമാൻഡ് ഏരിയ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഒരു 940 റേഞ്ച് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ട്രേഡ് പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഒരു ഏരിയ 890 എന്ന് പറയുന്ന ഒരു ഡിമാൻഡാണ് നമുക്കറിയാം. ഓക്കെ, 890 ഒരു ഡിമാൻഡാണ്. അതിന് മുകളിൽ 955 ഒരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പ്ലോസീവ്ലി ഒരു മൂവ്മെന്റ്, എത്ര % മൂവ്മെന്റ് മുന്നേ തന്നിട്ടുണ്ട്? ഇപ്പോൾ 30% മൂവ്മെന്റിൽ നിന്ന് ഒരു മൂവ്മെന്റ് തന്ന ഒരു സോണാണ് ഈ ഒരു ഏരിയ, ഒരു 960 അല്ലേ. 940 to 960 റേഞ്ച് എന്ന് പറയുന്നത് ഇന്റലക്ട് ഡിസൈനിൽ നല്ലൊരു മൂവ്മെന്റ് തന്നൊരു സോണായിരുന്നു. സോ ആ ഏരിയയിൽ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽസ് ആണ് ഇവിടെ നോക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒരു ക്യാൻഡിലിനുള്ളിൽ നിന്നാണ് ട്രേഡ് ചെയ്യുന്നത്. സോ എബോവ് ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിൽ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരു ചെറിയ ബൈ മൊമെന്റം വന്നാൽ ഫസ്റ്റ് ഒരു 12% മൂവ്മെന്റ് ആണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. സോ എല്ലാവരും ഒന്ന് സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഒരു 928 ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. 928 ഒക്കെ ആയിരിക്കും എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ വരുന്നത്. എന്തായാലും ഈ ഒരു ഇൻസൈഡ് ബാർ സെറ്റപ്പ് ആയതുകൊണ്ടാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടത്.
അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് കൂടുതൽ സ്റ്റഡി ചെയ്യൂ. ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ ഇങ്ങനത്തെ ട്രേഡ് അവസരങ്ങൾ വരുമ്പോൾ നോട്ട് ചെയ്യാൻ പഠിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ റീഡ് ചെയ്യാൻ പഠിക്കുക. അടുത്ത 2 ആഴ്ചത്തെ ഈ സ്റ്റോക്ക് മൂവ്മെന്റ് ഒന്ന് വാച്ച് ചെയ്യുക. സോ ഇത് വീണ്ടും ഈ ഒരു ലോ 930 താഴെ പോയാൽ ഈ സെറ്റപ്പ് ഇൻവാലിഡ് ആയി കഴിഞ്ഞു. മനസ്സിലായില്ലേ? 930 താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം അത് വേറെ രീതിയിൽ വേറെ ഈ ഒരു സപ്പോർട്ടിലേക്ക് വരും. ഏതാണ് 900 എന്നുള്ള റേഞ്ചിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരും. മറിച്ച് 940 അല്ലെങ്കിൽ 930 റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലോ 940 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും അപ്സൈഡ് മൊമെന്റത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 കണ്ടീഷൻ വെച്ചിട്ട് ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് DLF ആണ്. ഇപ്പോൾ DLF നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റോക്സിനും റിവേഴ്സൽസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ആഴ്ച മിക്ക സ്റ്റോക്ക് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ DLF എടുക്കുകയാണെങ്കിൽ DLFന്റെ 1 അവർ ക്യാൻഡിൽ നമുക്കൊന്നെടുത്ത് നോക്കാം. DLFന്റെ 1 അവർ ക്യാൻഡിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ 1 അവറിൽ എന്താ DLFൽ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. DLFന്റെ 1 അവർ ചാർട്ട് ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ DLF 1 അവർ ചാർട്ടിൽ നടക്കുന്ന കാര്യം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ, 700 തൊട്ട് 672 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് ഹോൾഡ് ഓൺ ചെയ്യുകയാണ് ഉണ്ടായത്. ആൻഡ് ഈ ഒരു ഏരിയയിൽ നിന്ന് 698 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക. നിങ്ങൾ ഒരു സോണാണ്, ടോട്ടലി ഞാനൊരു സോൺ വരച്ചിട്ടുണ്ട്. അത് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സോണിലാണ് മാർക്കറ്റ് കുറച്ചധികം മണിക്കൂറുകളായി ട്രേഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ 5-ാം തീയതി തൊട്ട് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ഒരു സോൺ ഉണ്ടല്ലോ 705 എന്ന് പറയുന്ന സോൺ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മേ ബി മാർക്കറ്റ് എന്തിനുള്ള അറ്റംപ്റ്റ് നടത്തും. മേ ബി മാർക്കറ്റ് ഒരു 720 അല്ലെങ്കിൽ 750 റേഞ്ചിലേക്ക് ഒരു അപ്സൈഡ് മൊമെന്റം ട്രേഡ് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് നടക്കും. 3 to 4% മൂവ്മെന്റ് ഉള്ള പോസിബിലിറ്റി DLFൽ ഉണ്ട്. അതിനുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, DLF ഈ ഒരു 1 അവർ ക്യാൻഡിൽ ഇത്രയും നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യണം. 708 മുകളിൽ ബ്രേക്ക് ചെയ്യണം. സോ മാർക്കറ്റ് എന്തിനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. നിങ്ങളുടെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ടില്ല, ഈ ഒരു സോൺസിലുള്ള സപ്ലൈ എല്ലാം മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീല് നമുക്കിവിടെ കിട്ടും. നിങ്ങളിവിടെ നോക്കണേ കണ്ടില്ലേ, ഞാൻ ഈ വരച്ചു വെച്ച ബ്ലാക്ക് ലൈൻസ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ഉണ്ട്. സോ നമുക്ക് നോക്കാം ഈ 720, 730 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് DLFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ എന്ന്. ഇപ്പോൾ 1 ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കിയാലും കണ്ടില്ലേ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഡിമാൻഡ് എടുക്കുകയാണ്. കുറച്ചധികം ദിവസമായിട്ട് ഒരു ഡിമാൻഡ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സോണിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 700 എന്നുള്ള സോൺ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 720 ആൻഡ് 750 റേഞ്ചിലേക്ക് പോകാനുള്ള ഒരു അറ്റംപ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ സൂക്ഷിക്കുക, കുറച്ചധികം നേരമായിട്ട് ഈ സ്റ്റോക്ക് ആ ഒരു സോണിന്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മേ ബി ഒരു എന്താ പറയുക, ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ ഒന്ന് അപ്സൈഡ് പോയിട്ട് ഡൗൺ സൈഡ് വന്ന് വീണ്ടും അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തും. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും ഇവിടെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. കാര്യം ഒരിക്കൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇവിടെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ 708ലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തിയിട്ടാണ് സ്റ്റോക്ക് ഒരു 698 റേഞ്ചിലേക്ക് വന്നത്. അപ്പോൾ DLF കുറച്ച് റിസ്കി സെറ്റപ്പാണ്, ബട്ട് വാച്ച് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. കാര്യം നമുക്ക് ഇതുപോലത്തുള്ള സെറ്റപ്സ് ഭാവിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പം അടുത്ത കമ്പനിയിലേക്ക് നമുക്ക് പോകാം. അടുത്ത കമ്പനി എന്ന് പറയുന്നത് ബജാജ് കൺസ്യൂമർ ആണ്. ഞാൻ അടുത്ത കൺസിഡർ ചെയ്ത കമ്പനി ബജാജ് കൺസ്യൂമർ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ള ട്രേഡ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം നോക്കിയാൽ എല്ലാ റിവേഴ്സൽ ട്രേഡ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. മിക്കതും റിവേഴ്സലാണ് നമ്മൾ ഇപ്രാവശ്യം കൺസിഡർ ചെയ്യുന്നത്. കാര്യം മാർക്കറ്റിന്റെ ഒരു ടോട്ടൽ ഒരു മൊമെന്റം പോസിറ്റീവ് ആയപ്പോഴത്തേക്ക് റിവേഴ്സൽ സ്റ്റോക്സിനുള്ള ഒരു പോസിബിലിറ്റി കൂടിയുകൊണ്ടാണ് ഞാൻ റിവേഴ്സൽ സ്റ്റോക്സ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. ബജാജ് കൺസ്യൂമർ നോക്കുകയാണെങ്കിൽ ഒരു 247, 245 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അടുത്തിനി എന്താ പറയുക ബേസ് എടുത്ത് ബേസ് ബ്രേക്ക് ഔട്ടിനുള്ള ശ്രമം നടത്തുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, എല്ലാ സ്റ്റോക്സും റിവേഴ്സൽ അറ്റംപ്റ്റ് ആണ്. ഇപ്പോൾ 220 റേഞ്ചിൽ നിന്നും മാർക്കറ്റ് അപ്സൈഡ് പോയി 300 വരെ പോയി, 300ൽ നിന്നും വീണ്ടും 250 റേഞ്ച് വരെ വന്ന കമ്പനിയാണ്. സോ അവിടെ നിന്ന് വീണ്ടും റിവേഴ്സൽ അറ്റംപ്റ്റ് നടത്തുകയാണ്. ആൻഡ് 270 ആണ് ബ്രേക്ക് ഏരിയ. ഇപ്പോൾ 270 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 280 ആൻഡ് 300 എന്ന് പറഞ്ഞ 2 സോൺസ് നമുക്ക് സപ്ലൈ അവൈലബിൾ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇനിയുള്ള അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത് 285 റേഞ്ച്. മനസ്സിലായോ? ഇപ്പോൾ അതിനൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ ഒരു ബേസ് ഹോൾഡ് ചെയ്യണം. 240 എന്ന് പറഞ്ഞൊരു ബേസ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 247 ഇതാണ് സപ്പോർട്ട്. മൈനർ സപ്പോർട്ടായിട്ട് ഇത് വെച്ചേക്കാം. സപ്പോർട്ടായിട്ട് നമുക്ക് എഴുതിയിരിക്കാം, സപ്പോർട്ടായിട്ട് വയ്ക്കാം. 247, 246 റേഞ്ച് മാർക്കറ്റിന്റെ ഒരു മൈനർ ബേസ് ആണ്. അല്ലെങ്കിൽ 250 വെച്ചോളൂ. ഓക്കെ, ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് 250 വെച്ചോ. ഈ 250 റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഈ അടുത്ത ഈ ലെവൽസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ 290 ആൻഡ് 310 പ്ലസ് എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, റിവേഴ്സൽ ട്രേഡ്സ് നമ്മൾ ഒരുപാട് കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ ആഴ്ച. കാര്യം മാർക്കറ്റിൽ മൊമെന്റം ആണ്. മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഉള്ളതുമ്പോൾ
അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇനി പോസിബിലിറ്റി ഞാൻ കാണുന്നത് റിവേഴ്സൽ സ്റ്റോക്സ് കൺസിഡർ ചെയ്യാനാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്കും കൂടെ കാണിക്കാം. 2 സ്റ്റോക്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വാച്ച് ലിസ്റ്റിൽ ഇടുക ആൻഡ് പോസിബിലിറ്റി നോക്കുക. ഇന്ത്യൻ ഹോട്ടൽസ് എന്ന കമ്പനിയാണ് അടുത്ത ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇന്ത്യൻ ഹോട്ടൽസ് എടുക്കാൻ കാര്യമെന്ന് പറയുന്നത് റിവേഴ്സൽ പോയിന്റുകളാണ് ഞാൻ മെയിൻലി കൺസിഡർ ചെയ്തത്. വരേണ്ട ഈ സ്റ്റോക്കിന്റെ മാക്സിമം ഡൗൺ സൈഡ് ഈ കമ്പനികൾ വന്നു കഴിഞ്ഞു. നിങ്ങൾ നോക്കി 897 നിന്നും വീണ്ടും എത്ര പെർസെന്റ് 24% ഇടിഞ്ഞു 676 റേഞ്ചിൽ നിന്നും. ആൻഡ് അവിടെ നിന്ന് വീണ്ടും കമ്പനി റിവേഴ്സൽ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ മാക്സിമം ഈ സ്റ്റോക്കിന്റെ ഒരു ഡൗൺ സൈഡ് മൊമെന്റം ഓസ്ലി എന്താ പറയുക കഴിഞ്ഞു ഈ ഇന്ത്യൻ ഹോട്ടൽസ് എന്ന കമ്പനിയുടെ. അപ്പോൾ ഇനി നമുക്ക് റിവേഴ്സൽ പോയിന്റുകളാണ് നോക്കേണ്ടത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റിവേഴ്സൽ പോസിബിലിറ്റി ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോകാനായിട്ടുള്ള അറ്റംപ്റ്റ് ആണ് നടത്തുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 750 എബോ ക്ലോസിംഗ് വരുവാണെങ്കിൽ ഈ കമ്പനിയിൽ അടുത്ത് ഇനി ഒരു 780 റേഞ്ചിലേക്ക് മാർക്കറ്റ് എന്താ പറയുക ഒരു അടുത്ത ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 5 to 6% മൂവ്മെന്റ് ആണ് ഇന്ത്യൻ ഹോട്ടൽസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഏരിയ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്യാം. ഏതാണ് ഒരു 720 റേഞ്ച് മാർക്കറ്റിൽ ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്യാം. 720 എബോവ് 720 ട്രേഡ് ചെയ്യുവാണെങ്കിൽ വരുന്ന ആഴ്ചകളിൽ 750 ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എബോവ് 720 ട്രേഡ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എബോവ് 720 ട്രേഡ് ചെയ്യുവാണെങ്കിൽ 750 ബ്രേക്ക് ചെയ്ത് ഒരു 790 to 800 റേഞ്ചിലേക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇന്ത്യൻ ഹോട്ടൽസ് ലിമിറ്റഡിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കുക. 750 എബോവ് ബ്രേക്ക് ചെയ്യണം എങ്കിൽ ഒരു 5 to 6%. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ എപ്പോഴും മനസ്സിൽ വെച്ചായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അടുത്തിനി ഉള്ള സ്റ്റോക്ക് ഞാൻ വാച്ച് ലിസ്റ്റിൽ വച്ചേക്കുന്നത് ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ IPO ബേസുകളിലും മാർക്കറ്റിൽ പൊതുവായ മൊമെന്റം വരുമ്പോഴത്തേക്കും അടുത്ത ഇനി IPO ബേസുകളിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത് കാണാം. ഇപ്പോൾ ലെൻസ്കാർട്ടാണ് ഞാൻ അതിനു വേണ്ടി കൺസിഡർ ചെയ്തത്. കാര്യം ഒരു സോൺ ബ്രേക്ക്ഔട്ടിന് ശേഷം ആ സോൺ റീടെസ്റ്റിലേക്ക് നീങ്ങുന്ന കമ്പനി ആയതുകൊണ്ടാണ് ലെൻസ്കാർട്ട് വെച്ചത്. അപ്പം ലെൻസ്കാർട്ടിൽ ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബേസ് ഹോൾഡ് ചെയ്യുമോ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ പോലെ മൈനർ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്താണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്താണ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നത്. അപ്പം ഒരു 430 എബോവ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ബേസ് ഒരു എബോവ് 430 ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റ് ഒരു 460 ബ്രേക്ക് ചെയ്ത് 490 500 റേഞ്ചിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 10% മൂവ്മെന്റ് ലെൻസ്കാർട്ടിൽ പെൻഡിങ് ആണെന്നാണ് ഞാനൊരു സ്ട്രക്ചർ വൈസ് പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ലെൻസ്കാർട്ട് എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പം എബോവ് 436 ട്രേഡ് ചെയ്താൽ മാത്രമേ ഈ സെറ്റപ്പ് വാലിഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. എബോവ് 436. ഓക്കെ, അല്ലാതെ ഇത്രയും ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഞാൻ ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യും. എബോവ് 436 ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 10% മൂവ്മെന്റ് ഒരു 489 490 റേഞ്ചിലേക്ക് റൈഡ് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് ഞാൻ നടത്തും. ഇതുവരെ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. മറിച്ച് എബോവ് 436 തിങ്കളാഴ്ച ദിവസം ഞാൻ നോക്കും എബോവ് 436 റേഞ്ചിലാണോ മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെന്ന്. അങ്ങനെയെങ്കിൽ ഒരു അറ്റംപ്റ്റ് ഞാൻ നടത്തും. ഓക്കെ, മറിച്ച് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്ന് എബോവ് ഒരു 436 താഴെ പോവുകയാണെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്യും. കൂടുതലും വാച്ച് ലിസ്റ്റിലിട്ട് വീണ്ടും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ടായിരിക്കും ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റോക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് അത് ട്രേഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ലെവൽസും അതിൻ്റെ കണ്ടീഷൻസുമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ഇത് എന്താ പറയുക നിങ്ങളുടെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ ലെവൽസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് ഒരാഴ്ച 2 ആഴ്ച ഇങ്ങനത്തെ കമ്പനികളിൽ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു സ്വിംഗ് ട്രേഡിംഗ് എടുക്കാനുള്ള കോൺഫിഡൻസും നിങ്ങളുടെ ഒരു കരിയർ ബിൽഡ് ഇതിൽ ഒരു മാർക്കറ്റിൽ കരിയർ ബിൽഡ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. തൽക്കാലം ഈ സ്റ്റോക്സ് എടുത്ത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻസ് മാർക്കറ്റിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്സ് ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന ദിവസങ്ങളിൽ തരുന്നതായിരിക്കും. താങ്ക് യു.